Good morning, everyone. Today, let us discuss about Module 3, Yoga, Stress Management, and Postural Deformities. Introduction to Yoga. Yoga is a 5,000-year-old Indian philosophy that combines exercise, breathing, diet, relaxation, and meditation. It is a combination of physical and mental disciplines which make the body stronger and healthier and the mind calmer and more controlled, helping towards self-realization. യോഗ എന്ന് പറഞ്ഞൊരു ഓൾഡ് ഇന്ത്യൻ ഫിലോസഫിയാണ്. 5000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഓൾഡ് ഫിലോസഫിയാണ്, ഇന്ത്യൻ ഫിലോസഫിയാണ്. കമ്പൈൻഡ് എക്സസൈസ് ഉണ്ട്, ബ്രീത്തിങ് ഉണ്ട്, അതായത് പ്രാണായാമ, ഡയറ്റ്, ഫുഡിൻ്റെ ഇതുണ്ട്, റിലാക്സേഷൻ, ബോഡി റിലാക്സ് ചെയ്യുന്നുണ്ട്, ആൻഡ് മെഡിറ്റേഷൻ ഉണ്ട് അല്ലേ. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസിപ്ലിൻ ആണ്. ഫിസിക്കൽ മെൻ്റൽ ഡിസിപ്ലിൻ വിച്ച് മേക്ക് ദ ബോഡി സ്ട്രോങ്ങർ. അതെന്താ ഉണ്ടാക്കുന്നു? ഫിസിക്കൽ മെൻ്റൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു, ബോഡി സ്ട്രോങ്ങർ ആക്കുന്നു, ഹെൽത്തിയർ ആൻഡ് ദ മൈൻഡ് കാമർ ആൻഡ് മോർ കൺട്രോൾ. മനസ്സിനെ വളരെ ശാന്തമാക്കുന്നു, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു, ഹെൽപ്പിംഗ് ടുവാർഡ് സെൽഫ് റിയലൈസേഷൻ. എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളൊക്കെ സ്വയം കണ്ടെത്താനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നു യോഗ. മീനിങ് ഓഫ് യോഗ. The word yoga is yoke. It means for uniting the individual spirit with the universal spirit. The word yoga is derived from the roots of Sanskrit yuj, which means to join. It's a practical aid, not a religion. Respective caste, creed, religions. It focuses on harmonious development of body, mind, and spirit. The word yoga is yokan. The word yoga is yokan. It means for uniting the individual. Spirit with the universal spirit ആണ്. നമ്മൾ ഇൻഡിവിജ്വൽ സ്പിരിറ്റ് യൂണിവേഴ്സൽ സ്പിരിറ്റുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നതാണ് യോഗ എന്ന് പറയുന്നത്. സ്പെല്ലിങ് യൂണിവേഴ്സലിൻ്റെ സ്പെല്ലിങ് അങ്ങോട്ടൊന്ന് മാറിയിട്ട് ശ്രദ്ധിക്കുക. വേർഡ് യോഗയുടെ സ്പെല്ലിങ് ആയില്ല. ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ റൂട്ട് ഓഫ് സംസ്കൃത് വേർഡ് യൂജ് എന്നുള്ള സംസ്കൃത വേർഡിൽ നിന്നാണ് യോഗ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ജോയിൻ. അതിൻ്റെ അർത്ഥം ജോയിൻ എന്നാണ്. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ എയ്ഡ്, നോട്ട് എ റിലീജിയൻ. ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഫിസിക്കലായിട്ടും പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്, അത് മതമായിട്ട് ബന്ധമുള്ള കാര്യമില്ല. റെസ്പെക്റ്റീവ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ. കാസ്റ്റായിട്ടും ക്രീഡ്, റിലീജിയനായിട്ട് ബന്ധമില്ല. ഇറ്റ് ഫോക്കസ് ഓൺ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇത് ഫോക്കസ് ഓൺ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ബോഡി, മൈൻഡ്, സ്പിരിറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. മീനിങ് ഓഫ് ആസന. The meaning of the Sanskrit word asana is a steady and comfortable posture. Asana and Sanskrit word അർത്ഥം steady and comfort posture. What is posture? Posture means correct alignment of the body segment. അതായത് ബോഡി കറക്റ്റായിട്ട് വളവും തിരിവില്ലാതെ കറക്റ്റ് പോസ്റ്ററാണ് ആസന എന്ന് പറയുന്നത്. എ സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ പോസ്റ്ററാണ്, നേരെയുള്ള പോസ്റ്ററാണ് ആസന. ദ പ്രൈം എയിം ഓഫ് ആസനാസ്, അതിൻ്റെ ലക്ഷ്യം ആസന ഈസ് ടു ഹെൽപ്പ് അസ്, നമ്മളെ സഹായിക്കാൻ, ട്രെഡ് ദ പാത്ത് ടു ഹയർ കോൺഷ്യസ്നസ് സോ വി ക്യാൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് നോ അവർ റിലേഷൻസ് വിത്ത് എക്സിസ്റ്റൻസ്. നമ്മുടെ ബന്ധം അല്ലേ, ഇതെന്ത് ചെയ്യുന്നു? ഹെൽപ്പ് അസ് ട്രെഡ് ദ പാത്ത്, നമ്മളെ നയിക്കുന്നു, വഴിയിലൂടെ നയിക്കും. ഹയർ, നല്ലൊരു കോൺഷ്യസ്നസ് വേണ്ടി നമ്മൾ നയിക്കും. സോ വി ക്യാൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് നോ, അറിയുന്നു. അവർ റിലേഷൻഷിപ്പ് വിത്ത് എക്സിസ്റ്റ്, ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ നമ്മൾ നാച്ചുറലായിട്ടും സ്വയം എല്ലാം അറിയാനുള്ളതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് അറിയുന്നു. ആസന മീൻസ്
ലിറ്ററലി asana means holding the body in a particular posture. പ്രത്യേക രൂപത്തിൽ പോസ്റ്ററിനെ പിടിക്കുന്നത്, അതായത് ഹോൾഡ് ചെയ്യുന്നത്, ഇതിനെയാണ് ആസന പറയുന്നത്. ടു ബ്രിങ് സ്റ്റെബിലിറ്റി, എന്തിനാണ്? സ്റ്റെബിലിറ്റി ടു ദ ബോഡി, ബോഡിയുടെ സ്റ്റെബിലിറ്റി എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, ഉണ്ടാവാൻ വേണ്ടി. ആൻഡ് പോയിസ് ടു ദ മൈൻഡ്, പോയിസ് മീൻസ് സ്റ്റെബിലിറ്റി, ഓപ്റ്റിമം, നല്ലൊരു മൈൻഡ്, സ്റ്റെബിലിറ്റി ആയിട്ട് കൺട്രോൾഡ് മൈൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആസനയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. യോഗ ഈസ് എ ഡിവൈൻ ആർട്ട്, ദ ആർട്ട് ഓഫ് ലിവിങ്. ദൈവികമായൊരു കലയാണ്, ആർട്ട് ഓഫ് ലിവിങ് ആണ്, അല്ലേ? യോഗ വാസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ്. കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ സിക്സ്ത് സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി. Indian philosophy system ആണ്. പ്രാക്ടീസിങ് യോഗ ഹാസ് ബിക്കം വെരി പോപ്പുലർ എമംഗ് ദ മാസസ്. ഇപ്പോൾ വളരെ വെരി പോപ്പുലർ എമംഗ് മാസ്, അല്ല, കുറേ ആളുകൾക്കിടയിൽ വളരെ പോപ്പുലറാണ്. ആസ് എ വേ ഓഫ് ഗെറ്റിംഗ് ഫിറ്റ്നസ് കിട്ടുന്നതിന് വേണ്ടി ഒരു മാർഗം നിലക്ക്, അല്ലേ? പതാഞ്ജലി കേട്ടിട്ടുണ്ടാവില്ലേ? പല ഇതിലും കേട്ടിട്ടുണ്ടാവും പതാഞ്ജലി, അല്ലേ? ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ട്. പതാഞ്ജലി പ്രൊഡക്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ടാവില്ലേ? Patanjali is widely regarded as the compiler of the formal yoga philosophy. പിതാവാണ്, അല്ലെങ്കിൽ ഫൗണ്ടറാണ്. കംപ്ലയർ മീൻസ് ബുക്കുകൾ എഴുതിയ ആള്, അതിന് പബ്ലിഷ് ചെയ്ത ആള്. എൻ്റെ ഫൗണ്ടറാണ് പതാഞ്ജലി. It's widely regarded as the compiler of the formal yoga philosophy. Patanjali's yoga is known as Raja Yoga, which is a system for control of the mind. Patanjali yoga is known as Raja Yoga എന്നറിയപ്പെടുക, which is system for control of the mind. മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആ സിസ്റ്റം. Raja Yoga is also known as the Ashtanga Yoga. അഷ്ടാംഗ യോഗ എന്ന പേരിലും രാജയോഗ അറിയപ്പെടുന്നുണ്ട്. It is the path of mind control. മനസ്സ് കൺട്രോൾ ചെയ്യേണ്ട ഒരു യോഗയാണ്. As the name indicates, it has got 8 limbs. ഇതിന് 8 ഘട്ടങ്ങളുണ്ട്, 8 സ്റ്റേജുകളുണ്ട്, 8 ലിംസും ഉണ്ട്. ഇൻക്ലൂഡിങ് 5 എക്സ്റ്റേണൽ സ്റ്റേജ് ഉണ്ട്, 5 എക്സ്റ്റേണൽ സ്റ്റേജും 3 ഇന്റേണൽ സ്റ്റേജ് ഉണ്ട്. ഇത് ഈ യോഗ, രാജയോഗ എന്ന് പറയുന്നത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ യോഗിവര്യന്മാർ, ഋഷിവര്യന്മാരൊക്കെ അവർ ചെയ്ത കാര്യങ്ങളാണ് ഇത്. ഇതിൽ നിന്ന് ഈ 8 കാര്യങ്ങളിൽ ഒന്ന് മാത്രം, അത് 2 അത് 3-ാമത്തെ 4-ാമത്തെ ആസനയും പ്രാണായാമം, അവർ ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്ത ഈ 2 ആസനയും പ്രാണായാമം, അതിപ്പം ഇപ്പോഴത്തെ മോഡേൺ ലൈഫിലേക്ക് നമ്മളതിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്തതാണ് ആസന പ്രാണായാമം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പം അഷ്ടാംഗ യോഗയുടെ 8 ലിംസുകളെ പറ്റി ആണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ യാമ, സോഷ്യൽ ഡിസിപ്ലിൻ ആണ്. യാമ മീൻസ് restraint or abstention. It has 5 moral practices. യാമ സോഷ്യൽ ഡിസിപ്ലിൻ, സാമൂഹ്യ ഡിസിപ്ലിൻ, അല്ലേ? നമ്മൾ സോഷ്യൽ സാമൂഹ്യ ഡിസിപ്ലിനാണ് യാമ എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തി ജീവിക്കുമ്പോൾ സമൂഹത്തോട് ചെയ്യേണ്ട ഡിസിപ്ലിനാണ് യാമ. മീൻസ് റിസ്ട്രെയിൻ ഓർ അബ്സ്റ്റൻഷൻ, അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുക, ഒഴിവാക്കാവുന്നതാണ് യാമ എന്നുള്ള അർത്ഥമാക്കുന്നത്. It has 5 moral practices ഉണ്ട്. ഫസ്റ്റ് വൺ നോൺ വയലൻസ്, അഹിംസ. നമ്മൾ കേട്ടിട്ടുണ്ട് അഹിംസ എന്താണെന്നുള്ളത്, അല്ലേ? ഏത് ക്രീച്ചേഴ്സിനെ മെൻ്റലിയോ ഫിസിക്കലോ നമ്മളെ ത്രൂ മൈൻഡ്, സ്പീച്ച് ഓർ ആക്ഷൻ നമ്മൾ ഹർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ആക്ഷൻ കൊണ്ടോ മെൻ്റലായിട്ടോ ഫിസിക്കലായിട്ടോ ഒരു ക്രീച്ചറിനെ ഹർട്ട് ചെയ്യാൻ പാടില്ല. അതാണ് അഹിംസ, നോൺ വയലൻസ്. സെക്കൻഡ് വൺ ട്രൂത്ത്ഫുൾനെസ്, സത്യം മാത്രം നമ്മൾ പറയാം. നമ്മളെ എന്ത് കാര്യങ്ങളും സത്യങ്ങൾ മാത്രം പറയാം. നമ്മൾ സെൻസ് ഓർഗൻ വെച്ച് സത്യം മാത്രം ചെയ്യുന്ന കാര്യമാണ് സത്യം മാത്രം.
ചെയ്യാം. അതാണ് സോഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഓസ്ട്രേലിയയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അതായത് സമ്പത്തോ അതിൽ മെൻ്റലായിട്ടോ ഫിസിക്കലായിട്ടോ സംസാരം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കരസ്ഥമാക്കാൻ പാടില്ല. സെലിബസി, ബ്രഹ്മചാര്യം കണ്ടില്ല, ഒരു സെക്സ് ഇല്ലാത്തൊരവസ്ഥയല്ല ബ്രഹ്മചാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മീൻസ് മോഡറേറ്റ് ഇൻ സെക്സ് ബിറ്റ്വീൻ മാരീഡ് കപ്പിൾസ്. മോഡറേറ്റ് ഇൻ സെക്സ് ബിറ്റ്വീൻ മാരീഡ് കപ്പിൾസ് ആണ് സെലിബസി കൊണ്ട് ബ്രഹ്മചാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ അക്വിസിറ്റീവ്നെസ്, അപരിഗ്രഹ. അതായത് അപരിഗ്രഹ എന്ന് പറഞ്ഞ മീൻസ് അതായത് നമ്മൾ സ്വന്തം വെൽത്തിൽ നിന്നും അതുപോലെ തന്നെ സെൻഷ്വൽ പ്രഷർ, ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ യാമ, സെക്കൻഡ് വൺ നിയമ, ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ. നേരത്തെ പറഞ്ഞത് യാമ സോഷ്യൽ ഡിസിപ്ലിൻ ആണ് അല്ലേ. സെക്കൻഡ് വൺ നിയമ. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റൂൾസ് ഓഫ് കോണ്ടക്ട് ടുവേർഡ്സ് ഓൺസെൽഫ്. സ്വഭാവമാണ്, മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും നല്ല സ്വഭാവങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട് ടുവേർഡ്സ് ഓൺസെൽഫ്. എന്തിൽ നമുക്ക് വേണ്ടിയിട്ടില്ല, സ്വയം നല്ല ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ നിയമ. ഇൻവോൾവ്സ് ബോത്ത് ഹൈജീൻ ആൻഡ് ഡയറ്റ്. ഹൈജീൻ ഉണ്ടായിരിക്കണം, ഡയറ്റ്. Dense foods such as meat are to be avoided and fasting is done as important purity practice. അതായത് such as ഇറച്ചി അതുപോലത്തെ കാര്യങ്ങൾ വെജിറ്റേറിയൻ ആവാം, ടു ബി അവോയ്ഡഡ്. ഇറച്ചിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ആൻഡ് ഫാസ്റ്റിംഗ്, ഫാസ്റ്റ് ചെയ്യുക, അതായത് നോമ്പ് നിൽക്കുക, വ്രതം അനുഷ്ഠിക്കുക. ഈസ് ഡൺ ആസ് ഇമ്പോർട്ടൻറ്റ് പ്യൂരിറ്റി പ്രാക്ടീസ്. പ്യൂരിറ്റി പ്രാക്ടീസ് അതൊക്കെ മാംസങ്ങളൊക്കെ ഒഴിവാക്കുക, അതുപോലെ തന്നെ നോമ്പ് നോക്കുക, വ്രതം അനുഷ്ഠിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് നിയമ. ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ. ഫസ്റ്റ് വൺ യാമ, സെക്കൻഡ് വൺ നിയമ. തേർഡ് വൺ ആസന ഓർ പോസ്ചർ. The holding of posture prepare the body to sit for long period of meditation and positively affects emotional and physical states. Holding a posture prepare the body to sit for long period of meditation. ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുക, മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് ലോങ് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഹോൾഡിംഗ് പോസ്ചർ പ്രിപ്പയർ ദ ബോഡി ടു സിറ്റ് ഫോർ ലോങ് പീരീഡ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് പോസിറ്റീവ്ലി എഫക്റ്റ്. അതെന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് ഫലം തരും, എഫക്റ്റ് ചെയ്യും, ഫലം ചെയ്ത് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ. ഇമോഷണലായിട്ട് ഫിസിക്കൽ ഷീറ്റ്സ് പറഞ്ഞാൽ ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടാക്കും എന്നാണ്. ഫോർത്ത് വൺ പ്രാണായാമ. നേരത്തെ പറഞ്ഞാണ് ഈ 8 ലിംസിൽ നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ അടുത്തെടുത്താണ് മൂന്നാമത്തെ ആസനയും 4ാമത്തെ പ്രാണായാമം അല്ലേ. എന്താണ് പ്രാണായാമം ഓർ ബ്രീത്തിങ് എക്സസൈസ്? ബ്രീത്തിങ് എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രാണ ഈസ് ദ ലൈഫ് ഫോഴ്സ്. പ്രാണ ലൈഫ് ഫോഴ്സ് ആണ്, ശ്വാസമാണ് പ്രാണം, ശ്വാസമാണ് ലൈഫ് ഫോഴ്സ്. വിച്ച് എൻ്റർ ദ ബോഡി വിത്ത് ദ ബ്രീത്ത്. നമ്മൾ ബ്രീത്തിൽ ആ പ്രാണ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കും. ആൻഡ് വിച്ച് ഈസ് മെറ്റാബോളൈസ്ഡ് ഫ്രം ദ ഫുഡ് വി ക്യാൻ ഈറ്റ്. മെറ്റാബോളൈസിങ് ഫ്രം ദ ഫുഡ് വി ക്യാൻ ഈറ്റ്. നമ്മൾ കഴിച്ച ഫുഡിനെ മെറ്റാബോളൈസ് ചെയ്യും എന്ത്, ഈ ബ്രീത്ത് കൊണ്ട് അല്ലേ. പ്രാണായാമം അടുത്ത് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ടോപ്പിക് പ്രാണായാമം ടോപ്പിക് ഉണ്ട്. പ്രാണായാമം പ്രത്യാഹാര or sensory withdrawal. At this stage, the yogi is able to use the power of concentration to withdraw attention identification from outermost physical sheets. അതായത് ഇതൊരു യോഗിയുടെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഋഷിവര്യന്മാർ യോഗിവര്യന്മാരൊക്കെ ചെയ്യുന്നതാണ്.
ഈ സ്റ്റേജിൽ പ്രത്യാഹാര എന്ന സ്റ്റേജിൽ യോഗി ഈസ് ഏബിൾ ടു യൂസ് ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വിഡ്രോ അറ്റൻഷൻ വിഡ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഫ്രം ഔട്ട്മോസ്റ്റ് ഫിസിക്കൽ ഷേപ്സ്. നമ്മൾ സ്വയം ശരീരത്തിൽ നിന്നൊക്കെ സ്വയം യോഗിക്ക് സ്വയം ശരീരത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തം ഐഡന്റിഫൈ ചെയ്യാനും അതിൽ നിന്ന് മനസ്സ് വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും. 6th വൺ ധാരണ, കോൺസെൻട്രേഷൻ ആണ്. ദ ഫിക്സേഷൻ ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ് ഓൺ എ കോമൺ ഫോക്കൽ പോയിന്റ്. അതിന് കോൺസെൻട്രേഷൻ ആണ്. ധാരണ എന്ന് പറയുന്നത് മൈൻഡിനെയും ബോഡിയെയും സ്പിരിറ്റിനെയും ഓൺ എ കോമൺ ഫോക്കൽ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ 6ാമത്തെ സ്റ്റേജിൽ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഒരു യോഗിക്കാണ് സാധിക്കുക. ധ്യാന ഓർ മെഡിറ്റേഷൻ. At this stage, the yogi is capable of witnessing his own experience. ഇതിലെന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ എക്സ്പീരിയൻസുകൾ തിരിച്ചറിയാനും അതിനെ വിറ്റ്നസ് ചെയ്യാനുള്ള കപ്പാസിറ്റി യോഗിക്ക് ഉണ്ടാവും. അത് ഈ ധ്യാന വഴി ആണ് എന്ത് ചെയ്യുന്നത്, ധാരണ വഴിയാണ് ഈ മെഡിറ്റേഷനും ധ്യാനമൊക്കെ നേടിയെടുക്കുന്നത്. 3rd പോയിന്റ് സമാധി ഓർ സെൽഫ് റിയലൈസേഷൻ ആണ്. ഫ്രീ ഫ്രം പ്ലഷർ, പെയിൻ ഓർ മിസറി ഈസ് എക്സ്പീരിയൻസ്ഡ്. സമാധി ഈസ് ദ ക്ലൈമാക്സ് ഓഫ് ദ ധ്യാനം. ധ്യാനം ഉണ്ടായിച്ചേർന്നാൽ മാത്രമേ എന്താവുള്ളൂ, സമാധി ഉണ്ടാവുള്ളൂ. സമാധി എത്തിച്ചേരുന്ന ധ്യാനയുടെ ക്ലൈമാക്സ് ആണ് സമാധി. ഫ്രീ ഫ്രം പ്ലഷർ, സന്തോഷത്തിൽ നിന്നും പെയിനിൽ നിന്നും ദുരിതത്തിൽ നിന്നെല്ലാം ഒരു ഫ്രീ ആവുക എന്നുള്ളതാണ്. അതെല്ലാം എന്ത് ചെയ്യും, അതിൽ നിന്ന് ഫ്രീ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് കോൺസെൻട്രേഷൻ ഉണ്ടാവും, അയാൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും, ദൈവത്തോട് വളരെ അടുക്കും. ആ വ്യവസ്ഥയാണ്. ഓക്കെ, ലെറ്റ് us wind up this session.